لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة والمؤتون الزكاة والمؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما. എങ്കിലും അക്കൂട്ടരിൽ അഗാധജ്ഞാനികളും വിശ്വാസികളുമായവർ നിനക്കവതരിച്ചതും നിനക്ക് മുമ്പവതരിച്ചതുമായ മാർഗദർശനങ്ങളിലൊക്കെയും വിശ്വസിക്കുന്നു. ഇவ்விധം വിശ്വസിക്കുകയും നമസ്കാരമനുഷ്ഠിക്കുകയും സകാത്ത് നൽകുകയും അല്ലാഹുവിലും അന്ത്യദിനത്തിലും സത്യസന്ധമായ വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാകുന്നു. ദൈവിക ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ ശിക്ഷണത്തെപ്പറ്റി അറിവുള്ള സ്വതന്ത്ര യഹൂദി ചിന്തകന്മാരുണ്ട്. പക്ഷപാതരഹിതരും അന്ധമായ അനുകരണത്തിൽ നിന്നും ദേഹപൂജയിൽ നിന്നും മുക്തി നേടിയവരുമാണവർ. ആ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതും വിശുദ്ധ ഖുർആൻ ഉന്നയിച്ചതും ഒരേ സത്യമാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതിനാൽ അവിശ്വാസികളും അതിക്രമകാരികളുമായ യഹൂദികൾ കൈക്കൊണ്ട നിലപാടിൽ നിന്നും തുലോം വ്യത്യസ്തമായിരുന്നു ഇവരുടേത്. നിഷ്കപടമായും ആത്മാർത്ഥമായും ഖുർആൻ ഉൾപ്പെടെ എല്ലാ ദിവ്യഗ്രന്ഥങ്ങളിലും ഇവർ വിശ്വസിച്ചു. തന്മൂലം ദൈവപ്രീതിക്കർഹരായിത്തീരുകയും ചെയ്തു. إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا. പ്രവാചക, നോഹിനും അദ്ദേഹത്തിനു ശേഷം വന്ന പ്രവാചകന്മാർക്കും നാം എപ്രകാരം ദിവ്യബോധനം നൽകിയോ അപ്രകാരം നിനക്കും ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ, ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം ദിവ്യബോധനം നൽകിയിട്ടുള്ളതാകുന്നു. നാം ദാവൂദിന് സബൂർ നൽകിയിട്ടുണ്ട്. ഇതുവരെ ആരും കൊണ്ടുവരാത്ത പുതിയ ഒന്നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം. താൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ സന്ദേശം സമർപ്പിച്ചുവെന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ല. എല്ലാ പൂർവ്വ പ്രവാചകന്മാർക്കും സന്മാർഗം ലഭിച്ച അതേ ജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ് തനിക്കും ലഭിച്ചിട്ടുള്ളതെന്നത്രേ അവിടുന്ന് വാദിച്ചത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആഗതരായ പ്രവാചകന്മാർ ഉന്നയിച്ചുകൊണ്ടിരുന്ന അതേ സത്യവും സന്മാർഗവും തന്നെയാണ് മുഹമ്മദ് നബിയും ഉന്നയിച്ചിട്ടുള്ളത്. വഹീ എന്ന പദത്തിന് സൂചിപ്പിക്കുക, ഹൃദയത്തിൽ ഒരു കാര്യം ഇട്ടുകൊടുക്കുക, ഗൂഢമായി സംസാരിക്കുക, സന്ദേശമയക്കുക എന്നൊക്കെയാണ് അർത്ഥം. നിലവിലുള്ള ബൈബിളിൽ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ കാണുന്ന ഭാഗം മുഴുവനും ദാവൂദിന്റെ സബൂർ അല്ല. അതിൽ മറ്റുള്ളവരുടെ സ്തോത്ര കീർത്തനങ്ങൾ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അവ അതതിന്റെ കർത്താക്കളുടെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ദാവീദിന്റെ സങ്കീർത്തനം എന്ന് വ്യക്തമാക്കിയ ഭാഗത്ത് സത്യമൊഴിയുടെ പ്രഭ സ്ഫുരിക്കുന്നുണ്ട്. ശലോമോന്റെ സദൃശവാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ ധാരാളം കലർപ്പുള്ളതായി കാണുന്നു. പ്രത്യേകിച്ചും അവസാനത്തെ 2 അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന് വളരെ വ്യക്തമാണ്. എന്നിരുന്നാലും സദൃശവാക്യങ്ങളുടെ സിംഹഭാഗവും ശരിയായിട്ടുള്ളതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അയ്യൂബ് നബിയുടേതായി മറ്റൊരു പുസ്തകവും ബൈബിളിൽ ചേർത്തിട്ടുണ്ട്. യുക്തിജ്ഞാനപരമായ ധാരാളം മൊഴിമുത്തുകൾ അതിലുണ്ട് എങ്കിലും അയ്യൂബിന്റേതായ ഒരു പുസ്തകമാണതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യൂബ് തന്റെ വിപത്ഘട്ടത്തിൽ ദൈവത്തോട് നിരന്തരം ആവലാതിപ്പെടുന്നതായി പുസ്തകത്തിലുടനീളം കാണുന്നു. ഇതാകട്ടെ വിശുദ്ധ ഖുർആനിലും ആ പുസ്തകത്തിന്റെ തന്നെ പ്രാരംഭത്തിലും പ്രകീർത്തിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മഹത്തായ സഹനശീലത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ളതാണ്. എന്തിനധികം യഹോവ അക്രമിയല്ലെന്ന് ഇയ്യോബിനെ സ്നേഹിതന്മാർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ലത്രേ. ഇവയ്ക്ക് പുറമെ ബൈബിളിൽ ഇസ്രായേൽ പ്രവാചകന്മാരുടേതായി 17 പുസ്തകങ്ങൾ വേറെയുമുണ്ട്. അവയുടെ ഭൂരിഭാഗവും നിർദോഷമായി തോന്നുന്നു. അവയിൽ ദിവ്യമൊഴിയുടെ സൗന്ദര്യം തികച്ചും അനുഭവപ്പെടുന്നു.
അവയിലെ ധാർമ്മിക ശിക്ഷണം, ബഹുദൈവത്വത്തിന്റെ നേരെയുള്ള ആക്രമണം, ഏകദൈവത്വത്തിന്റെ സത്യതയ്ക്കുള്ള സുശക്തമായ തെളിവുകൾ, ഇസ്രായേല്യരുടെ ധാർമ്മിക അധപതനത്തെക്കുറിച്ച നിശിത വിമർശനം, ഇതെല്ലാം വായിക്കുമ്പോൾ ഈ പുസ്തകങ്ങളും ഖുർആനും മസീഹിന്റെ പ്രഭാഷണങ്ങളും ഒക്കെ ഒരേ ഉറവിടത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്ന് ബോധ്യപ്പെടും. وَرُسُلًا قَدْ قَصَصْنَاهُمْ عَلَيْكَ مِنْ قَبْلُ وَرُسُلًا لَمْ نَقْصُصْهُمْ عَلَيْكَ وَكَلَّمَ اللَّهُ مُوسَى تَكْلِيمًا. ഇതിനു മുമ്പ് നാം നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരും ഇനിയും പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമായ ദേവദൂതന്മാർക്കും ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. മൂസായോട് അല്ലാഹു ശരിക്കും സംസാരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. പൊതുവിൽ പ്രവാചകന്മാർക്ക് ദിവ്യബോധനമുണ്ടായത് ഒന്നുകിൽ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ മലക്ക് വന്ന് ദൈവസന്ദേശം അറിയിക്കുക, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലാണ്. എന്നാൽ മൂസാ നബിയോട് അല്ലാഹു തന്നെ നേരിട്ട് സംഭാഷണം നടത്തി. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കും പോലെ യജമാനനും ദാസനുമായി സംസാരിച്ചു. ത്വാഹ അധ്യായത്തിൽ ഉദ്ധരിക്കപ്പെട്ട സംഭാഷണം ഉദാഹരണമാണ്. ബൈബിളിലും മൂസാ നബിയുടെ ഈ സവിശേഷത പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് പുറപ്പാട് 33:11 പറയുന്നു. رُسُلًا مُبَشِّرِينَ وَمُنذِرِينَ لِئَلَّا يَكُونَ لِلنَّاسِ عَلَى اللَّهِ حُجَّةٌ بَعْدَ الرُّسُلِ وَكَانَ اللَّهُ عَزِيزًا حَكِيمًا. ഈ ദൂതന്മാരത്രയും ജനങ്ങൾക്ക് സുവാർത്ത നൽകുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി അയക്കപ്പെട്ടവരാകുന്നു. പ്രവാചക ദൗത്യത്തിനു ശേഷം മനുഷ്യർക്ക് അല്ലാഹുവിനെതിരിൽ ഒരു ന്യായവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. അല്ലാഹു ഏതു നിലക്കും അജയ്യനായി വർത്തിക്കുന്നവനും യുക്തിമാനുമാകുന്നു. അതായത് എല്ലാ പ്രവാചകന്മാരും ഒരേ ദൗത്യമാണ് നിർവഹിച്ചത്. അല്ലാഹു അയച്ച സന്ദേശത്തിൽ വിശ്വസിച്ച് തദനുസാരം സ്വയം സംസ്കരിച്ചവരെ വിജയ സൗഭാഗ്യങ്ങളുടെ സുവാർത്ത കേൾപ്പിക്കുകയും അബദ്ധസഞ്ചാരികൾക്ക് തങ്ങളുടെ ദുർഗതിയെക്കുറിച്ച് താക്കീത് ചെയ്യുകയുമായിരുന്നു ആ ദൗത്യം. മാനവ സമുദായത്തിന്റെ മേൽ ന്യായം പൂർത്തീകരിക്കുകയെന്ന ഉദ്ദേശമാണ് എല്ലാ പ്രവാചക നിയോഗത്തിലും ഉണ്ടായിരുന്നത്. തനിക്ക് അറിവ് ലഭിച്ചില്ല, യഥാർത്ഥ സ്ഥിതി ബോധ്യപ്പെടാനുള്ള ഒരേർപ്പാടും ദൈവം ചെയ്തില്ല എന്ന ഒഴികഴിവ് ദൈവസന്നിധിയിൽ വഴിപിഴച്ച ഒരു ധിക്കാരിക്കും ബോധിപ്പിക്കാൻ സന്ദർഭമുണ്ടാവരുത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയും വേദങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രവാചകന്മാർ അനേകം ജനങ്ങൾക്ക് യാഥാർത്ഥ്യത്തെപ്പറ്റി അറിവ് നൽകി. വേദങ്ങൾ ബാക്കിവെച്ച് അവർ ഇഹലോകം വിടിഞ്ഞു. മനുഷ്യർക്ക് വഴികാട്ടാനായി ഏതെങ്കിലും ഒരു വേദം എക്കാലത്തും ലോകത്തവശേഷിച്ചിരുന്നു. എന്നിട്ടും വല്ലവനും ദുർമാർഗം അവലംബിക്കുന്നുവെങ്കിൽ അതിന്റെ കുറ്റം ദൈവത്തിന്റെയോ ദൈവദൂതന്മാരുടെയോ മേൽ ചുമത്തപ്പെടാവതല്ല. ദൈവസന്ദേശം ലഭിച്ചിട്ടും സ്വീകരിക്കാത്ത വ്യക്തിയിലോ സത്യപഥത്തിൽ നിന്ന് സമസൃഷ്ടികൾ വഴിതെറ്റിക്കണ്ടിട്ട് അവരെ ഗുണദോഷിക്കാത്തവരിലോ ആയിരിക്കും കുറ്റം ചുമത്തപ്പെടുക. لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا. ജനം ഈ ഖുർആനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിനക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് തന്റെ ജ്ഞാനത്തിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുള്ളതാണെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സാക്ഷ്യം തന്നെ തികച്ചും മതിയായതാകുന്നു. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാഹി ഖദ് ളല്ലൂ ളലാലൻ ബഈദാ. അതിനെ സ്വയം നിഷേധിക്കുകയും മറ്റുള്ളവരെ ദൈവിക സരണിയിൽ നിന്ന് തടയുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. ഇന്നല്ലദീന കഫറൂ വളമൂ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും ത്വരീഖാ. ഇതേ പ്രകാരം സത്യനിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും വഴി സ്വീകരിക്കുകയും അക്രമമർദ്ദനങ്ങളിൽ വിഹരിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു ഒരിക്കലും മാപ്പ് കൊടുക്കുന്നതല്ല. ജീവിത വിജയത്തിലേക്കുള്ള മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുകയുമില്ല. ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ
أبدا وكان ذلك على الله يسيرا. നരകത്തിലേക്കുള്ള വഴിയെ മാത്രമേ അല്ലാഹു അവരെ നയിക്കൂ. അതിലവർ നിത്യവാസികളായിരിക്കും. അല്ലാഹുവിന് അതൊരു ക്ലേശമുള്ള കാര്യമല്ല. يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. അല്ലയോ ജനങ്ങളെ, നിങ്ങളിലിതാ നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള സത്യജ്ഞാനവുമായി ഈ ദൈവദൂതൻ ആഗതനായിരിക്കുന്നു. അതിനാൽ വിശ്വസിക്കുവിൻ, നിങ്ങൾക്കു തന്നെയാണതിന്റെ ഗുണം. അവിശ്വസിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, വാനഭുവനങ്ങളിലുള്ളതൊക്കെയും അല്ലാഹുവിനുള്ളതാകുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. ആകാശഭൂമികളുടെ ഉടമസ്ഥന് നിങ്ങളുടെ ധിക്കാരം കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാകുന്നു. തന്റെ രാഷ്ട്രത്തിൽ വസിച്ചുകൊണ്ട് ദുഷ്ടതകൾ ചെയ്യുന്നത് അറിയാതിരിക്കാൻ മാത്രം അശ്രദ്ധനല്ല അല്ലാഹു. മാത്രമല്ല, തന്റെ ആജ്ഞകൾ അതിലംഘിക്കുന്നവരെ നേരിടാൻ മാർഗം കാണാത്ത വിധം കാര്യബോധമില്ലാത്തവനുമല്ല. ഇതാണ് അല്ലാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാണ് എന്ന പരാമർശത്തിന്റെ ധ്വനി. لكن الراسخون في العلم منهم